നമസ്കാരം, ഞാൻ ഗോപാലകൃഷ്ണൻ. GK പ്ലാനറ്റ് മൈൻഡ് പവർ സൊല്യൂഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ശനിയാഴ്ച, അതായത് ശനിവാരം എന്നറിയപ്പെടുന്ന ഈ ഒരു ദിനം ശനി ഗ്രഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഹിന്ദു ആചാരപ്രകാരം ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിനും അതുപോലെ ശനിദോഷ നിവാരണത്തിനുമായി ഈ ഒരു ദിവസം വ്രതം അനുഷ്ഠിച്ചു വരാറുമുണ്ട്. ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതും ശ്രേഷ്ഠമായി കണക്കാക്കുന്നു. മറ്റ് പല മതവിശ്വാസികളും ശനിയാഴ്ച പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും പ്രത്യേക ദിനമായി കണക്കാക്കാറുമുണ്ട്. പലരുടെയും വളരെ പ്രിയപ്പെട്ട ദിനമാണ് വീക്കെൻഡിലുള്ള ഈ ഒരു ശനിയാഴ്ച എന്നുള്ളത്. സ്ട്രെസ് ഫ്രീ ആവുന്നതിനും അതുപോലെ മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ സമാധാനമായി പ്ലാൻ ചെയ്യുന്നതിനും അത് ചെയ്തു തീർക്കുന്നതിനുമൊക്കെ വളരെ സൗകര്യപ്രദമായ ദിവസമായി പൊതുവെ കണക്കാക്കുന്നു. ശനിയാഴ്ച ജനിക്കുന്നവർ പൊതുവെ ഉത്തരവാദിത്തം, കഠിനാധ്വാനം, ബുദ്ധി തീക്ഷ്ണത, ശാന്ത സ്വഭാവപ്രകൃതം എന്നീ ഗുണങ്ങൾ ഉള്ളവരായിരിക്കും. എന്നാൽ ജീവിതത്തിൽ പല പ്രതിസന്ധികളെയും മറികടക്കേണ്ടതായും വരും. ശനിയാഴ്ച കറുപ്പ്, മഞ്ഞ നിറങ്ങളിലുള്ള വസ്ത്രം ധരിക്കുന്നത് കൂടുതൽ ഊർജ്ജസ്വലത, അതുപോലെ മികച്ച ദിവസഫലം എന്നിവ തരുകയും ചെയ്യും. രാത്രിയും പകലും ഒരു ദിവസത്തിൻ്റെ മാറ്റം കാണിക്കുന്നത് പോലെ തന്നെ ആഴ്ചകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. 7 ആഴ്ചകളും വ്യത്യസ്ത എനർജി മണ്ഡലങ്ങളും അതിനനുസരിച്ചുള്ള പ്രാധാന്യം ഉള്ളവയുമാണ്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായാൽ അത് കൂടുതൽ സന്തോഷവും ഗുണഫലങ്ങളും നിങ്ങൾക്കുണ്ടാക്കിത്തരും എന്നുള്ള കാര്യം വളരെ പോസിറ്റീവായി തന്നെ ചിന്തിക്കുക. ശുഭ അശുഭകരമായ കാര്യങ്ങളാണ് പ്രധാനമായും അനുഭവങ്ങളെ മുൻനിർത്തി പറയാറുള്ളത്. അതിൽ ശനിയാഴ്ച ഈ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പറയുന്നവ വാങ്ങുകയോ മറ്റൊരാൾക്ക് ഗിഫ്റ്റായി നൽകുകയോ ചെയ്യാതിരിക്കുക. മുല്ലപ്പൂ മണമുള്ള അത്തർ സ്പ്രേ, വെളുത്ത വസ്ത്രം, ചെമ്പ് പാത്രങ്ങൾ, ചുവന്ന കളർ പേന, ചുവന്ന മഷി, സിൽവർ അതുപോലെ പേൾ ഉൽപ്പന്നങ്ങൾ, ചോക്ലേറ്റ്, ഓറഞ്ച് നിറമുള്ള സ്വീറ്റ്സ് എന്നിവ ശനിയാഴ്ചകളിൽ വാങ്ങുന്നതും കൊടുക്കുന്നതും ഒഴിവാക്കുക. വീടുമായി ബന്ധപ്പെട്ടും തൊഴിലുമായി ബന്ധപ്പെട്ടുമുള്ള അനാവശ്യ പ്രശ്നങ്ങൾ, ടെൻഷൻ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ശനിദോഷം എന്നിവയൊക്കെ ഒഴിവാക്കാൻ തീർച്ചയായും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ നന്മ മുൻനിർത്തിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. പരിഹാര മാർഗങ്ങൾക്കോ പണച്ചെലവുണ്ടാക്കുന്ന മറ്റൊരു കാര്യത്തിനായോ വേണ്ടിയല്ല എന്നുള്ള കാര്യം പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. നിങ്ങളുടെ നന്മയ്ക്കായി അല്പം ശ്രദ്ധയും അതുപോലെ സമയവും കണ്ടെത്തുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം താല്പര്യമാണ്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഉപകാരപ്രദമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. മറ്റൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അക്കാര്യം സ്നേഹപൂർവ്വം തന്നെ ചെയ്യുക. ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.